നമ്മുടെ ഫോറം മാളിൽ കഴിഞ്ഞ ദിവസം തഗ് ലൈഫിൻ്റെ പ്രീ റിലീസ് ഇവൻ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ തൃഷയെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി, തൃഷ വരുമെന്നൊരു ന്യൂസ് കിട്ടിയിട്ടാണ് തൃഷയെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരുങ്ങിക്കിട്ടി പോയത് തന്നെ. പക്ഷേ അവിടെ ചെന്ന് നമ്മൾ മണിക്കൂറുകളോളം നിന്ന് വെയിറ്റ് ചെയ്ത് 6:45 വരേണ്ടവർ 8 മണിക്കാണ് വന്നപ്പോൾ എന്തടാ, ഓഫ് കോഴ്സ് കമലഹാസൻ സാറിനെ കാണാൻ പറ്റി. അതൊരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് തന്നെയാണ് കാണാൻ പറ്റിയെന്നുള്ളത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത് തൃശ്ശേനെയാണ്. പിന്നെ അവിടെ നിന്ന ക്രൗഡും കുറേ യങ്സ്റ്റേഴ്സ് ആയിരുന്നു, ആണുങ്ങളൊക്കെ. അവർ പ്രതീക്ഷിച്ചത് സിംബുവിനെയായിരുന്നു. പക്ഷേ രണ്ടുപേരും വന്നില്ല. അപ്പോൾ പൊതുവേ നമുക്കൊരു കമൽ സാറിനെ കണ്ട ഒരു ഓളോ വൈബോ ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും അവസ്ഥ ഒരു പ്ലിങ്ങിയ അവസ്ഥയായിരുന്നു. ഈ രണ്ടുപേരില്ലാത്തത് കൊണ്ട് ഇവരൊക്കെ വന്ന് സ്റ്റേജിൽ കയറി വർത്തമാനം പറഞ്ഞിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും എല്ലാവരും ഒരു ചത്ത വീട്ടിലെ സൈലൻസ് ആയിരുന്നു. വലിയ കയ്യടിയോ ആവേശമോ ഒന്നുമില്ല. ഉണ്ടായിരുന്നത് ജോർജും കമൽ സാറും പിന്നെ ഗോകുലം ഗോപാലൻ സാറും അഭിരാമിയും അശോകുമാണ്. അവരെ കണ്ടിട്ടും അവരൊക്കെ വർത്തമാനം പറഞ്ഞിട്ടും ആരും ഒന്നും മിണ്ടണില്ല, കൈയടിക്കണില്ല, നല്ലൊരു പ്രോപ്പർ റെസ്പോൺസ് തന്നെയില്ല. പിന്നെ തൃഷ വരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അവിടെ നിൽക്കാനും തോന്നിയില്ല. പിന്നെ കമൽ സാർ സ്റ്റേജിൽ കയറിയപ്പോൾ എന്തെങ്കിലും ഓളം ഉണ്ടായിരുന്നുള്ളത് നമുക്കറിയില്ല. നമ്മളത് കാണാൻ നിന്നില്ല. നമ്മളിങ്ങോട്ട് പോന്നു. കാര്യം തൃഷ വരാത്തതിൻ്റെ വിഷമത്തിൽ ഞങ്ങൾ പോന്നു. ആരെങ്കിലും തൃഷയെ കാണാൻ ഇതുപോലെ ആഗ്രഹിച്ച് ചെന്നിട്ട് കാണാൻ പറ്റാതിരുന്നു? തൃഷ എല്ലായിടത്തും പോയി, ഹൈദരാബാദിൽ, മുംബൈയിലൊക്കെ. അന്ന് രാവിലെ മുംബൈ പോയതാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എന്തായാലും കൊച്ചിയിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ തൃഷ ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. കാണാൻ പറ്റിയൊരു അവസരമായിരുന്നു എന്ന് പ്രതീക്ഷിച്ച് നല്ല മേക്കപ്പൊക്കെ ഇട്ട് പോയതാണ്. പക്ഷെ ഒന്നും കണ്ടില്ല. ഇനി എപ്പോഴെങ്കിലും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവരെ കണ്ടതിൽ സന്തോഷം തന്നെ. പക്ഷേ നമുക്ക് വേണ്ടവരെ കണ്ടില്ല. അവിടെ നിൽക്കുന്ന യങ്സ്റ്റേഴ്സ് എല്ലാം ശരിക്കും സിംബുവിനെയാണ് പ്രതീക്ഷിച്ച് നിന്നത്. STR വന്നില്ല. അതിൻ്റെ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അതേ നേരം നിന്നില്ല. ഇതെല്ലാം കഴിയാൻ വെയിറ്റ് ചെയ്യാതെ, കാര്യം കൊച്ചുങ്ങളെയൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. കുറേ നേരം ഓൾറെഡി വെയിറ്റ് ചെയ്തിട്ടാണ് ഇവർ വന്നത് തന്നെ. അപ്പോൾ വന്നപ്പോൾ തൃശ്ശയെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് തൃശ്ശയെ കാണാതെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അങ്ങ് മനസ്സും എടുത്തു, ഞങ്ങളങ്ങ് പോന്നു.